ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണ്. ഞങ്ങൾ സുഖമായിട്ടൊക്കെ പോകണം. അപ്പോൾ ഇന്ന് നമ്മളെ രാവിലത്തെ പരിപാടിയല്ല, ഉച്ചക്കത്തെ പരിപാടിയാണ്. അപ്പോൾ രാവിലെ ജോലി എക്സാമിനൊക്കെ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ഉച്ചക്കത്തെ പരിപാടി നോക്കുന്നത്. അപ്പോൾ രാവിലെ എഡിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ തുണി തിരുമ്പൽ അങ്ങനത്തെ കുറേ പരിപാടിയായിട്ട് അതൊക്കെ ഇങ്ങനെ പോയി. പിന്നെ നമ്മൾ ഉച്ചക്കേക്ക് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. വറവും ചമ്മന്തിയും സൈഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. കറി ഇന്ന് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ തലേന്നത്തെ കുറച്ച് കറി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു നാടൻ എന്താ പറയുക നമ്മുടെ ഇതൊക്കെ ആയിട്ടൊന്ന് കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തകർത്ത് മുറിച്ചിടുന്നതിനനുസരിച്ചിട്ട് അപ്പുറത്തുനിന്ന് തകർത്ത് മുറിക്കുകയാണ്. ചെറിയുള്ളി എടുത്ത് വന്നിട്ട് എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജനിയും അവിടെ നിന്ന് മുറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടുപേരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുറിച്ച് അങ്ങനെ എൻ്റെ പിന്നെ ഉള്ളി വറവ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉള്ളി വറവിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോൾ ഉള്ളി വറവിനാകുമ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ, ഉള്ളിയും തേങ്ങയും പച്ചമുളകും ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. കടുനെയ്യിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അത് ആ ഭാഗത്ത് നിന്ന് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ചമ്മന്തിയും അതാണ് അതിൻ്റെ മെയിൻ ഒരു എന്താ പറയുക കോമ്പിനേഷനിൽ കറിയില്ലാണ്ട് കഴിക്കാനായിട്ട് ചമ്മന്തിയുമായൊരു വറവും ഉണ്ടെങ്കിൽ തന്നെ കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിക്ക് ഞാൻ ഉള്ളി ഇഞ്ചി ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ്. ചമ്മന്തി നമുക്ക് മാങ്ങ ഇട്ടിട്ടോ അല്ലാതെയോ പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് അങ്ങനെ മാങ്ങ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരക്കാമല്ലോ. ഞാൻ ഉള്ളിയും സാധാ ഇഞ്ചിയും ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ്. അതിൽ കറിവേപ്പിലയും വരുമ്പോൾ നല്ല ഒരു എന്താ പറയുക രുചി ഉണ്ടാവും കഴിക്കാനായിട്ട്. അങ്ങനെ അതായത് അരക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചമ്മന്തി അരച്ച് നോക്കൂ, നല്ല ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അത് കഴിക്കാനായിട്ട്. പിന്നെ വിചാരിച്ചു മറ്റേ നമ്മുടെ കോവക്ക മെഴുക് പുരട്ടിയതും കയ്പ്പക്ക കൊണ്ടാട്ടം പോലെയും ആക്കാമെന്ന്. കൊണ്ടാട്ടമല്ല, കയ്പ്പക്ക ഇങ്ങനെ നമ്മുടെ മുളകൊക്കെ പെരക്കിയിട്ട് പൊരിച്ചെടുക്കുന്ന അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ചോറിൻ്റെ കൂടെ. അപ്പോൾ വേറെ ഒന്നുമില്ല, മുളകിൻ്റെ കൂടെ മാത്രം പെരക്കി പിന്നെ നമ്മുടെ എണ്ണയിലോട്ട് ഇട്ടിട്ട് മുരിച്ചെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കയ്പൊക്കെ നന്നായി ഇവിടുന്ന് എൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൾ നട്ടിട്ട് പറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നല്ല മൂത്ത കയ്പൊക്കെ ആയതുകൊണ്ട് തന്നെ കുരുവൊക്കെ നല്ല ചുവന്ന കളർ നേച്ചുറൽ കളറിങ് എന്നെല്ലാം പറയുന്ന പോലെ എന്താണ് അല്ലേ, നല്ലൊരു ചുവപ്പും ഒരു നല്ല ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ജോനി അത് വിചാരിച്ച് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴിക്കാൻ പോയതാണ്. അപ്പോൾ ആൾക്ക് കഴിക്കുന്നുണ്ട്. അതിൻ്റെ മുഖത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം മുഖത്തായ ഒരു എക്സ്പ്രഷൻ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ജൽവിക്കും കഴിച്ചു. അങ്ങനെ അവർ അതപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞ്. അങ്ങനെ നമ്മുടെ മെഴുക് പുരട്ടിയത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ചോറായി രണ്ടാൾക്കും.